2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ വിജയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പാലാ നഗരസഭയിൽ നേടിയ ഒരു വിജയമായിരുന്നു. സ്വതന്ത്ര മുന്നണിയുടെ പിന്തുണയോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും ഇടതുമുന്നണിയെയും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന ഖ്യാതിയോടുകൂടിയാണ് UDF സംവിധാനത്തിൻ്റെ ഭാഗമായി ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ന് ആ ഭരണ സംവിധാനം ആടിയുലയുകയാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്വതന്ത്ര മുന്നണിയിലെ കൗൺസിലർമാരും കോൺഗ്രസിലെ കൗൺസിലർമാരും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. പരസ്പരം കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു മോഷണ കേസ് പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭരണ സംവിധാനം പാലാ നഗരസഭയിൽ തകരുകയാണ്. നമ്മളോട് പ്രതികരിക്കുവാൻ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു. നമ്മളോട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് പാലാ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള കോട്ടയം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനമാണ്. എന്തു പറയുന്നു? തകരുകയാണോ? ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കേരളത്തിൽ UDFന് അനുകൂലമായി, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ ഒരു മുന്നേറ്റം സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടന്ന സ്ഥലമായിരുന്നു പാലാ മുനിസിപ്പാലിറ്റി. ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകമായ പാലായിൽ അത് ഒരു വലിയ വിജയമായി കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും തീരത്തക്ക തരത്തിലുള്ളൊരു ജനവിധി, ഒരു മാൻഡേറ്റ് പാലായിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ പാലായിൽ അങ്ങനെ ഒരു വിജയം പാലായിലെ ഒരു ജനവിഭാഗം പ്രതീക്ഷിച്ചതിനപ്പുറത്തായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ ആ വലിയ വിജയമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വിജയത്തിലും അതിനകത്ത് ചിലപ്പോൾ കടന്നു വന്ന മുന്നണികൾ തമ്മിൽ വന്നപ്പോഴുള്ള ആളുകൾ തമ്മിലുള്ള ഇഴയെടുപ്പം അത് കുറച്ച് കുറവുള്ള ഒരു സമയമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതിനുശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങളുമൊക്കെ. പക്ഷേ പിന്നീട് ഭരണത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വിജയത്തിനനുസൃതമായി തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിലും UDFനൊരു ഭരണം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു, ഒരു നേതൃത്വം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാലായിലെ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു വിജയമായി തന്നെ ജനം കാണത്തക്ക രീതിയിൽ ആ ഭരണവുമായി മുമ്പോട്ട് പോയി. ഏതൊരു ഭരണ സമിതിയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗങ്ങൾ തമ്മിലുണ്ടാകുക സ്വാഭാവികമാണ്. ഒരുപക്ഷെ പാലായിലും അത്തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഒരുപക്ഷെ പാർലമെൻ്ററി പാർട്ടി യോഗങ്ങൾ വിളിച്ച് തീർത്ത് സംസാരിച്ച് പോകേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളായി അത് കടന്നു പോകേണ്ടതാണ്. ഇവിടെ സംഭവിച്ചൊരു കാര്യം എനിക്ക് തോന്നുന്നു, പാലായിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളും മറ്റു കാര്യങ്ങളുമായി പോകുന്നതിനിടയ്ക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പോടെ വന്നതോടുകൂടി പാലായിലടക്കം ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെറിയൊരു ബുദ്ധിമുട്ട്, തടസ്സം, ഒരു ലാഗിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു 3-4 മാസക്കാലം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളുമായി പോയപ്പം പാർട്ടി നേതൃത്വത്തിനൊന്നും കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താൻ കഴിയാത്തതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പാലായിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പാലായിൽ ഇപ്പോൾ ഈ പുറത്ത് പറയുന്നത് പോലെ ഒരു ഭരണം ഇല്ലാതാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും പാലായിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തരം ഒരു സാഹചര്യത്തിന് ഉള്ള ഒരു വിഷയങ്ങളും ആ മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പാർലമെൻ്ററി പാർട്ടിയുടെ അപ്പുറത്ത് പ്രത്യേകിച്ചൊരു യോഗം പുറത്തു നിന്നുള്ള നേതാക്കന്മാരോട് പങ്കെടുത്ത് അവിടെ ചേർന്നത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ. അതുപോലെ തന്നെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് കേട്ടറിയാൻ വേണ്ടി വിളിച്ചു ചേർത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അത്തരം വലിയ വിഷയങ്ങൾ ഗൗരവമായി ഭരണമില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊന്നും കരുതി ഞങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ ഇന്ന് ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി പരാതികളൊക്കെ വരുന്നൊരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അതിനകത്ത് പാർട്ടിയുടെ നേതൃത്വം കുറേ കൂടി ഗൗരവമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ തന്നെ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇടപെട്ട് കൂടുതലായി UDFുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കൂടി നടത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതോടുകൂടി ഇപ്പോൾ പ്രചരിക്കുന്ന പല പ്രചരണങ്ങളും, പുറത്തു വരുന്ന പല പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കി ഈ ഭരണം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? കാരണം ഇവിടെ 2 കേസുകൾ അല്ലെങ്കിൽ 2 പരാതികളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായ ബിജു മാത്യൂസ് പോലീസിൽ നൽകിയിരിക്കുന്ന ഒരു പരാതി. അദ്ദേഹം പറഞ്ഞത് UDF പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വെച്ച് തന്നെ കയ്യേറ്റം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതേ തുടർന്ന് മഹസർ എഴുതുവാനായി മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ മുറിയിലേക്ക് ബിജു മാത്യൂസ് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം എത്തുന്നു. ചെയർപേഴ്സൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഔപചാരികമായ ഒരു പരാതി നൽകുകയാണ്. തൻ്റെ ഓഫീസ് മുറിയിൽ നിന്ന് ഒരു വാച്ചും ഒരു ഫയലും നഷ്ടമായിരിക്കുന്നു. അവിടെ കുറ്റാരോപിതനായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. അപ്പം അങ്ങനെ ഒരു നിയമ പോരാട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്? ഇതിനകത്ത് ഞാനത് പറഞ്ഞു, ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ തന്നെ അവസാനിക്കേണ്ട ചില കാര്യങ്ങൾ അത് പുറത്തേക്ക് വന്നു എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. പാലായിലും അത് സംഭവിച്ചു. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച ചില ഇടപെടലുകളുടെ കുറപ്പോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ പെട്ടെന്നുണ്ടായത് ഒരു ഓട്ടോ സ്റ്റാൻഡുമായിട്ടുള്ളൊരു വിഷയമാണ്. ആദ്യം അവിടെ ഒരു തർക്കത്തിലേക്ക് ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ വന്നത്. ഒരു ഓട്ടോ സ്റ്റാൻഡ്, അതൊരു വാർഡിലെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ ബിജു മാത്യൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു മെമ്പർക്ക്, കൗൺസിലർക്ക് അവർ ഇടപെടേണ്ടി വന്നു. അതുപോലെ തന്നെ ആ ഇടപെടൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ ചില ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ അപ്പുറത്താണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആ വിലയിരുത്തൽ വന്നു. അതൊക്കെ ഒരു പക്ഷേ പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിലോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ സംസാരിക്കുന്നതിന് പകരം മീഡിയകളിലേക്ക് വന്നപ്പോൾ അതിനൊക്കെ വന്ന വേർഷനുകൾ മറ്റു പലതുമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു യോഗം നടപ്പോൾ വാക്കുതർക്കമുണ്ടായി, ഒരു കയ്യേറ്റ ശ്രമം എന്ന് വേണമെങ്കിൽ ഇപ്പം മീഡിയയിലൊക്കെ കാണുന്ന പോലെ വന്നപ്പോൾ പോലും അതിനെ ഒരു അക്രമം എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊരു സാഹചര്യം ഉണ്ടായി. മറുഭാഗത്ത് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ആവേശത്തിൽ അവർ അതിനകത്ത് ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ള ഒരു ആക്ഷേപം, അല്ല അവരെന്നൊരു യാഥാർത്ഥ്യമൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നം പറഞ്ഞു തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ കേസ് തീർച്ചയായിട്ടും ഒരു അഗ്രസീവ് പാർട്ടി എന്ന നിലയിൽ ആ കൗൺസിലർ, അത് വ്യക്തിപരമായ ഒരു വിഷയം കൂടിയാണ്. പാർട്ടിക്കപ്പുറത്ത് അദ്ദേഹത്തെ ആക്രമിക്കാനായ ശ്രമം ഉണ്ടായി എന്നുള്ളതിൻ്റെ പുറത്ത് തന്നെ അദ്ദേഹം പരാതിപ്പെട്ടു. അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഒരു വശത്ത്. അത് ഒരു തർക്കമായി നിൽക്കുമ്പം ആ പ്രശ്നം പരിശോധിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഫീസ് തുറന്നു, അവിടെ കയറി, അവിടെ അതിക്രമിച്ച് കയറി, അവിടെ നിന്നും ഫയലുകളും മറ്റു സാധനങ്ങളൊക്കെ മോഷണം പോയെന്നൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് പാലായിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്താണ് ഈ പാലായിലടക്കം മുനിസിപ്പാലിറ്റിയിലടക്കം, ഒരു സംശയവും വേണ്ട. ഈ ഭരണസമിതി വരാൻ വേണ്ടിയുള്ള വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തു, ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിക്കകത്ത് ചെയർമാൻ സ്ഥാനവും ബാക്കി അധികാര സ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് ഈ ആദ്യഘട്ടത്തിലൊക്കെ വേണ്ടെന്ന് വെച്ച് വലിയൊരു ഒരു തീരുമാനമെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ മുന്നണി ഇവിടെ വന്നത്. പക്ഷേ ഒരു ചെറിയ ഇടപെടൽ താങ്കൾ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതായത് 26 അംഗ പാലാ നഗരസഭയിൽ 14 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഭരണമുന്നണി മുന്നോട്ട് പോകുന്നത്. അതിൽ 6 അംഗങ്ങൾ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ. 3 പേർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ്. ഒരാൾ മാണി സി കാപ്പൻ്റെ പാർട്ടിയായ KDPയുടെ പ്രതിനിധിയാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് UDF കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന വ്യക്തിത്വമാണ്, ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. അതുപോലെ തന്നെ 3 സ്വതന്ത്ര മുന്നണി അംഗങ്ങൾ. പക്ഷേ ഈ അധികാരം വീതം വെക്കുന്ന ഒരു ഘട്ടത്തിൽ ആദ്യ 2 വർഷം ചെയർമാൻ പദവി എന്ന് പറയുന്നത് സ്വതന്ത്ര മുന്നണിക്കാണ്. ആദ്യ 6 മാസം വൈസ് ചെയർമാൻ പദവി കോൺഗ്രസ് വിമതയ്ക്കാണ്. പിന്നീടുള്ള 2.5 വർഷക്കാലം വൈസ് ചെയർമാൻ പദവി സ്വതന്ത്ര മുന്നണിക്കാണ്. അതിനുശേഷം 2 വർഷം കോൺഗ്രസിനാണ് വൈസ് ചെയർമാൻ പദവി. ചെയർമാൻ പദവിയിലേക്ക് എത്തിയാൽ ആദ്യ 2 വർഷം സ്വതന്ത്ര മുന്നണി, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് വിമത, പിന്നീട് കോൺഗ്രസ്, പിന്നെ അവസാന ടൈമിൽ ജോസഫ് ഗ്രൂപ്പ് എന്ന നിലയിലാണ് വീതം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് കോൺഗ്രസ് അണികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഇത്തരത്തിൽ തങ്ങൾക്കൊരു പ്രാതിനിധ്യം ലഭിക്കാതെ പോയതിൻ്റെ ഒരു അസ്വസ്ഥതയാണോ ഇത്തരം തുടർ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്? ഒരിക്കലും എനിക്കതങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാനതിപ്പോൾ കേൾക്കുന്നു, എനിക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. കാരണം ഞാനെന്നാൽ അതിനകത്തൊരു കക്ഷിയല്ല. ഞാൻ ഇന്നലെയാണ് ഈ പറഞ്ഞ ഈ ഒരു പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ആദ്യമായിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം കുറേ ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു നിന്നൊരു കേൾവിക്കാരൻ എന്ന നിലയിൽ എനിക്കും അതിനെക്കുറിച്ച് അറിയുള്ളൂ. അതൊക്കെ നേതൃത്വവുമായി ബന്ധപ്പെട്ടതിനെ കൂടുതൽ അതിന് ക്ലാരിറ്റി കിട്ടേണ്ട കാര്യമാണ്. ഇതൊന്നുമല്ല, അവിടെ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് 6 കൗൺസിലർമാരുമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി അവിടെ അധികാരത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള വൈസ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിലുള്ള ആളുകൾ മാറി നിന്നുകൊണ്ടാണ് ജനം ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പാലായിൽ ഉണ്ടാകണമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഈ മുന്നണി വന്നത്, ആ മുന്നണി അധികാരത്തിൽ വന്നത്. ഞാൻ ഭരണമാറ്റം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത്തരം സാഹചര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഇപ്പം പാലായിൽ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് മുഖേന ചില വിഷയങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് ഇത് പുറത്തു പറയാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ എവിടെയൊക്കെയോ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ മോഷണക്കുറ്റത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ അതിലേക്ക് വന്നത്. ഈ മോഷണം ആരോപണം വരാനുള്ള കാരണം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിനുള്ളിൽ നിന്നും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്.
അത് കോൺഗ്രസ് കൗൺസിലറാണ് എന്ന് പറയാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലോ കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന നിലയിലോ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കോൺഗ്രസ് കൗൺസിലർ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല. അതിൻ്റെ ഒരു ആരോപണം ഏറ്റവും ഗൗരവകരമായിട്ടാണ് ഇന്നിപ്പം വന്നിരിക്കുന്നത്. ചെയർപേഴ്സൺ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പക്ഷെ അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കലും അതൊരു കോൺഗ്രസ് കൗൺസിലർ ആയിരിക്കില്ല. ഇതിനകത്ത് ഈ ഭരണം അവിടെ അങ്ങനെ തുടരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് ഞാനിപ്പം സംസാരിച്ചു വന്നത്. അതിന് ഉപോത്ബലകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അവിടെ പാലായിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു സംയുക്തമായിട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുള്ള ഒരു നേതൃയോഗം കൂടി. ആ നേതൃയോഗം കൂടി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു നേതൃയോഗം കൂടാതെ പാർട്ടിയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി കൂടിയ യോഗം. ആ യോഗം കൂടി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മാണി സി കാപ്പൻ MLA അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്ത യോഗത്തിൽ ആ യോഗം നടന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വേറൊരു വാർത്ത വരുന്നു. മാണി സി കാപ്പൻ MLAക്ക് മൂക്കുകയറിടാൻ കോൺഗ്രസ് തീരുമാനിച്ചു. മാണി സി കാപ്പനുമായിട്ട് പാർട്ടി അഭിപ്രായ വ്യത്യാസത്തിലേക്ക്. ഏത് ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവിടെ പ്രവർത്തിച്ച് കേരളത്തിലെ വലിയ ഉജ്ജ്വലമായ വിജയം UDF മുന്നണി നേടിയപ്പോൾ പാലായിലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ജയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം കൂടി കോൺഗ്രസും MLAയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമങ്ങൾ, അത് ചില സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമുക്കറിയാം ഈ ഓൺലൈൻ ചാനലുകൾ എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ആൾക്കാരിലേക്ക് ട്വിസ്റ്റ് ചെയ്തെത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഞാനത് കുറച്ച് നാളായിട്ട് പാലായിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിലും ഉള്ളതാണ് ഇല്ലാത്തതാണോ എന്ന് നോക്കാതെ തന്നെ അത്തരം ചില വാർത്തകളൊക്കെ പെട്ടെന്ന് വരികയും അത് പ്രചരിപ്പിക്കുന്നതിൽ ചില ആൾക്കാർക്കുള്ള കരവിരുതോടെ ആകുമ്പം ഇതിനകത്ത് ഇത്തരം പല വിഷയങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാലായിൽ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ മോഷണക്കുറ്റം ആരോപിച്ച് വരുന്നതിനകത്ത് പോലും ഇത് ബിജു മാത്യൂസ് എന്ന് പറഞ്ഞൊരു കൗൺസിലർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവിടുന്ന് സംഭവം മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ആരൊക്കെയോ ഇതിന് ഇടപെടുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട കേസാണ്. പക്ഷേ അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഇതിനെയൊക്കെ വിലയിരുത്തി ഇതിനകത്തൊക്കെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇതിനകത്തൊരു അകൽച്ചയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു UDF മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞാൻ സൂചിപ്പിച്ചത് UDFൻ്റെ ആ ഒരു വിജയം എന്ന് പറയുന്ന ആളുകളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് പാലായിൽ മുനിസിപ്പൽ ഭരണം വരുന്നതിനും ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തണം. അവിടെ അസംബ്ലിയിൽ MLA എന്ന് പറയുന്നത് UDFൻ്റെ പ്രതിനിധിയാണ്, പാർലമെൻറ്റിലെ പ്രതിനിധി UDFൻ്റെ MP ആണ്. അങ്ങനെ എല്ലാം ഒരു UDF മയമായപ്പോൾ ഇതിൽ അസ്വസ്ഥതയുള്ളവർ ഒത്തിരി പേര് പുറത്തുണ്ട്. അവർ ഓരോ ഘട്ടം ഇപ്പോൾ 6 മാസമല്ല, 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി 6 മാസമാകുന്നതിന് മുമ്പ് നിസ്സാര കാര്യങ്ങൾ അത് പറഞ്ഞു തീർക്കാൻ പാർട്ടി ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നണി ബന്ധം തകർന്നു, ശിഥിലമായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്ന ആളുകൾ, പുറത്തു വരുന്നവർ, പുറത്ത് പ്രചരിപ്പിക്കുന്നവർ, അതിനകത്ത് യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെ ഞാൻ പറഞ്ഞത് ഇന്നലെ ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് ശേഷം നാളെയോ നാളെയായി പാർട്ടിയുടെ ഒരു ഇടപെടലോടുകൂടി തന്നെ UDFൻ്റെ യോഗം നടന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുനിസിപ്പൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിലെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചിന്തിച്ച് അത് നമ്മുടെ കൗൺസിലർമാരെ പറഞ്ഞ് ബോധവാന്മാരാക്കി ഈ ഭരണം സുഗമമായി തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പാലായെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ പരിധി എടുത്താൽ ഏറ്റവും അധികം ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളുള്ള കേരളത്തിലെ മുനിസിപ്പാലിറ്റി ആയിരിക്കും പാല. അവിടെ പല മാധ്യമങ്ങളും പലപ്പോഴും പക്ഷം പിടിച്ച് വാർത്തകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാർത്തകളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുമാണുള്ള യാഥാർത്ഥ്യം നമുക്ക് മറച്ചു പിടിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ചട്ടക്കൂടിൻ്റെ അഭാവം പാലായിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്നു, താങ്കളത് വളരെ ആലങ്കാരികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരു ചട്ടക്കൂടിൻ്റെ അഭാവം അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ ചട്ടക്കൂടിൻ്റെ അഭാവം ഒന്നും പറയുന്നത്, ചട്ടക്കൂടി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമല്ല. ഇതിനെല്ലാവരെയും ഒരു ചെറിയൊരു ബോധവൽക്കരണം ആവശ്യമാണെന്ന് ഞാൻ പറയും. കാരണം അത് ഞാൻ പറഞ്ഞു, ഈ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചെറിയൊരു പീരീഡ് ആയിട്ടുള്ള 5 കൊല്ലത്തേക്കുള്ള ഭരണസമിതി. നമുക്ക് തീർച്ചയായിട്ടും അവർക്കൊരു അവയർനെസ് ഒക്കെ കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 മെമ്പർമാരടുത്ത് പുതിയ ആൾക്കാർ, ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു വന്ന ആൾക്കാർ, അതിൻ്റെ ചില പരിചയക്കുറവുകളൊക്കെ പല കാര്യങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പാർട്ടിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിലേക്ക് എത്തുന്നുള്ളൂ. അസംബ്ലി തിരഞ്ഞെടുപ്പ് കാരണം കുറച്ച് താമസങ്ങൾ വന്നു. മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ മീഡിയകളെ കുറ്റപ്പെടുത്തുമല്ല, അല്ലെങ്കിൽ മീഡിയയ്ക്ക് കിട്ടുന്ന ആ സോഴ്സുകൾ എവിടെ നിന്ന് പോകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ അത് പെട്ടെന്ന് എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഞാനതാ മുമ്പേരം MLAയും പാർട്ടിയും തമ്മിൽ അകലുന്നു, മുനിസിപ്പാലിറ്റിയും കോൺഗ്രസും തമ്മിൽ അകലുന്നു. ഇവിടെയൊക്കെ ഒരു സൈഡ് വരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ എന്തോ ഒരു പിടിപ്പുകേട് കൊണ്ടോ കുഴവ് കൊണ്ടോ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊക്കെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഒരു പദപ്രയോഗം തന്നെ പറയണു, ഒരു ത്യാഗം എന്ന് തന്നെ പറയാം.
ഇപ്പോൾ അസംബ്ലി പാലായിലാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇനിഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് നടക്കുമ്പോഴും കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലോ, പാർലമെൻറ്റിൽ അല്ലല്ലോ, മുനിസിപ്പാലിറ്റിയിലല്ലല്ലോ, ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിന് പിറകിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുമ്പോൾ പോലും ഇവരുമായിട്ടൊക്കെ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇവരാരും ആഗ്രഹിച്ചവരുമല്ല, ഇതിന് തർക്കത്തിലേക്ക് വന്നില്ല. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നിടത്ത് ചില പ്രാദേശികമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ആ മുന്നണി തന്നെ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ചില കൂട്ടിച്ചേർപ്പുകളൊക്കെ നടക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങളുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ പൂർണ്ണമായിട്ടും പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത് തീർക്കാനുള്ള സമയം ചെറിയ സമയമാണല്ലോ എടുക്കും. പക്ഷേ ഇപ്പോൾ പാലായിലെ സംഭവം കുറച്ചുകൂടി അത് വിസിബിളായിട്ട് പുറത്തേക്ക് പോയതിനകത്ത് പാർട്ടിയുടെ ചില ഇടപെടലുകൾക്ക് കുറച്ച് താമസം വന്നത് വ്യക്തിപരമായിട്ട് ഞാനും അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഏറ്റവും വേഗം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പാർട്ടി ചില നടപടികളൊക്കെ എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു പോയതുകൊണ്ട് തന്നെയാണ് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. അതായത് കൊട്ടാരമറ്റം പാലായിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിന് പുറത്തുണ്ടായിരുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡിനകത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദമുണ്ടായിരുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇതിനു മുമ്പ് ആ ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്തിരുന്നത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. അവർ അധികാരത്തിലിരുന്ന സമയത്ത് ഈ ഓട്ടോ സ്റ്റാൻഡിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം CITUക്കാരായതിനാൽ ആ യൂണിയനുകളിൽപ്പെട്ട ആളുകളും BMS യൂണിയനുകളിൽപ്പെട്ട ആളുകളുമായിരുന്നതിനാൽ അവർക്ക് അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ താല്പര്യമെടുത്ത് ഇത് മുൻപോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുത്തതാണോ അതോ അദ്ദേഹം വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമാണോ? ഇത് ഞാനതിനെ വ്യക്തിപരമായിട്ടും പാർട്ടിയായിട്ടും കാണുന്നില്ല. ഒരു മുനിസിപ്പൽ കൗൺസിലറായിട്ട് ഒരാൾ എലക്ട് ചെയ്യപ്പെട്ട് വരുമ്പോൾ അയാളുടെ വാർഡിൽ നടക്കുന്ന ചില കാര്യം അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ റോഡിൽ CPM ഓഫീസ് അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സം നിൽക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട് അവിടെ അപകടങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ സംസാരിച്ച മനസ്സിലായി കുറച്ച് ദിവസങ്ങളിൽ 2-3 തവണ അവിടെ അപകടം ഉണ്ടായി. അപ്പോൾ ആ അപകടം ഉണ്ടാകാതിരിക്കാൻ ഒരു മാർഗ്ഗം എന്നാന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പം സമീപത്തൊരു സ്ഥലത്തേക്ക് ഓട്ടോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ലാതെ നമുക്കവിടെ സൗകര്യമുണ്ട്, ഓട്ടോ സ്റ്റാൻഡിന് സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വന്ന ഒരു അപകടം എന്ന് പറയുന്നത് ആ ഇട്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു എൻക്രോച്ച്മെൻ്റ് ആകുന്നു എന്നുള്ളതും, അത് ചില മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ള മുനിസിപ്പാലിറ്റിയെ കസ്റ്റോഡിയനായിട്ടുള്ള സ്ഥലത്ത് അത് ഇടണമെങ്കിൽ അതിന് മുൻകൂറായിട്ടുള്ള അനുമതി വേണമെന്നുള്ളതൊക്കെ മറ്റൊരു വശം. പക്ഷേ അതൊന്നും അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയക്കുറവ് കൊണ്ടോ അതിൻ്റെ അകത്തുള്ള അറിവ് കുറവുകൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലല്ലാതെ തന്നെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി തീർത്ത് അതിന് പരിഹാരം കാണേണ്ട ഒരു വിഷയമായിരുന്നു. അവിടെ CPMൻ്റെ ഓഫീസിൽ നിന്ന് മുമ്പിൽ നിന്ന് മാറ്റി എന്നതിനപ്പുറത്ത് അവിടെ ഒരു വാർഡിൽ ആൾക്കാർ തമ്മിൽ അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ സ്ഥാപന ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവിടെ പെട്ടെന്ന് മാറ്റിയിടാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു, അങ്ങോട്ട് മാറ്റി എന്നുള്ളത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന സാങ്കേതികത്വത്തെക്കുറിച്ച് ഒരുപക്ഷെ കൗൺസിലർക്ക് അറിവില്ലെങ്കിൽ അത് പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം അത് മുനിസിപ്പാലിറ്റിക്കുമുണ്ട്, അധികാരികൾക്കുണ്ട്, പാർട്ടിക്കുമുണ്ട്. അത് തിരുത്താനുള്ളൊരു സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിന് വേറൊരു തലത്തിലേക്ക് മാനത്തിലേക്ക് ഇത് പോയി എന്നുള്ളത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നില്ല. അത് കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി കണ്ട് ചെയ്യേണ്ടതായിരുന്നു. അതല്ലാതെ ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും കാലം അവിടെ എങ്ങനെ കിടന്നു എന്നുള്ളതല്ല, അവിടെ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തേണ്ടത് അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിന് മുമ്പിൽ നിന്ന് മാറ്റിയതോ എന്നായിട്ട് കാണേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, താങ്കൾ പറഞ്ഞൊരു പരിചയക്കുറവിൻ്റെ വിഷയം പറയുന്നു. ഞാൻ കൃത്യമായിട്ട് എണ്ണി പറയാം. പാലാ നഗരസഭയിൽ 14 UDF അംഗങ്ങളുള്ളിടത്ത് 10 പേരും പുതുമുഖങ്ങളാണ്. കോൺഗ്രസിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇതിനു മുമ്പ് കൗൺസിലുണ്ടായിരുന്നത്. പിന്നെയുള്ളത് കോൺഗ്രസിന്റെ വിമതയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 3 പ്രതിനിധികളിൽ ഒരാൾ മാത്രമാണ് ഇതിനു മുമ്പ് കൗൺസിലറായിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ ഭരണസമിതിയിലുണ്ടായിരുന്നു. ഈ സ്വതന്ത്ര മുന്നണിയിലും ഒരാൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു ചോദ്യം ഉദിക്കുന്നത് ഈ പാർലമെന്ററി പ്രൊസീജിയറുകൾ, അതിപ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരു പരിശീലനമൊക്കെ പാർട്ടികൾ ഈ പ്രവർത്തകർക്ക് നൽകാനുള്ള അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കുന്നതല്ലേ ഈ സംഭവം? 100%. അത് ഈ കാര്യത്തിൽ മാത്രമേ, പാലായി മാത്രമല്ല, കേരളത്തിലെമ്പാടും പാർട്ടി തന്നെ KPCC തന്നെ അത്തരം പരിശീലനം നൽകാറുണ്ട്. ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ കഴിഞ്ഞിട്ട് ഇപ്പം മാസം 4 ആയുള്ളൂ, പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ ഇത് ഉടനെ തന്നെ അതിലേക്ക് കടക്കും. ഇപ്പം തന്നെ പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനിഷ്യേറ്റീവ് KPCC തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്ത് അത്തരം ഇത് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പം ഈ സോഷ്യൽ മീഡിയകൾ, ചാനലുകൾ എല്ലാം ഒരു വാർത്ത, ആ വാർത്ത കൊടുക്കുമ്പോഴും വലിയ ഇതിനെ എക്സ്പോസ് ചെയ്ത് ആക്കി വാർത്തയിലേക്ക് പോകുമ്പം ഇതിനകത്തൊക്കെ പ്രതികരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് തൂമ്പോണ്ടെടുക്കേണ്ടത്
സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പോണ്ട് എടുക്കുന്ന സ്ഥിതിയിലേക്ക് അവസ്ഥയിലേക്ക് അതെ അതെ എത്തിക്കുന്ന വലിയ വലിയ വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഓ. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ പ്രശ്നത്തിനകത്ത് സാങ്കേതികത്വം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള വിഷയം ഒരു പാർലമെന്ററി പാർട്ടി കൂടി വരും. പക്ഷെ അങ്ങനെ പാർലമെന്ററി പാർട്ടി കൂടുമ്പം ഒരു മെമ്പർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുമ്പം അതിനെ കേൾക്കാനും കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന പാടെ ഇത് ആർക്കെങ്കിലും കൂച്ചുവലങ്ങിടാനാണെന്നോ ആരെങ്കിലും പുറത്താക്കാനാണെന്നോ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ പോകുന്നത് ശരിയല്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് അറിയാനും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണ്ടേ. രണ്ട് കൂട്ടർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ, എന്നിട്ടല്ലേ അതിന് പരിഹാരം കാണാൻ പറ്റൂ. അത് കൂടുമ്പോഴത്തേക്കും ഒരു യോഗം കൂടി ഒരു യോഗത്തിൻ്റെ അഭിപ്രായം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മറുഭാഗത്ത് അവിടെ ഭരണം അവസാനിപ്പിക്കുന്നു, ചില ഇടപെടലുകൾ കൊണ്ട് ചില പിന്തുണകൾ അവസാനിപ്പിച്ചു എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നു. പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും പോകുന്നത് പോലും വലിയ വാർത്താ പ്രാധാന്യത്തോടെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ, പിന്നെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ അത് അതോടെ ബന്ധങ്ങൾ അവസാനിച്ചതായിട്ട് അതിപ്പം ഒരു പ്രവണത കണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതനുസരിച്ച് എനിക്ക് പറയാനുള്ളത് അത്തരം വാർത്തകൾ കാണുമ്പോഴും വാർത്തകൾ വായിക്കുമ്പോഴും അതിന്റെ ഓതന്റിക്കേഷൻ എന്താണ്, അതിന്റെ ആരാണ് ഇതിന്റെ യഥാർത്ഥ ആളുകളെന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് അതിന് മറുപടി കൊടുക്കുന്നതും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതുമായിരിക്കും നമുക്ക് കൂടുതൽ ജനാധിപത്യ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഇത്തരം വലിയ വിഷയങ്ങളിൽ. അവസാനമായി ഒരു ചോദ്യം കൂടി, അതായത് പാലായിലെ ജനങ്ങളോട് കോൺഗ്രസിന് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നിങ്ങൾ ഓർക്കണം, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ ഭരണത്തിൽ മനസ്സുമടുത്തിട്ടാണ് അവിടെ ജനങ്ങൾ ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ മാൻഡേറ്റ് നൽകിയത്. അപ്പോൾ അവിടെ തമ്മിലടി ഉണ്ടായിട്ടുണ്ട്, മോഷണക്കേസ് ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം 5 വർഷത്തിനിടയിലാണ് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതെങ്കിൽ ഇവിടെ UDFനെ ഒരു ചേഞ്ചിൻ്റെ പ്രതീക്ഷയുടെ ഇതായി കണ്ടുകൊണ്ട് അധികാരത്തിലേറ്റിയ ജനങ്ങളെ സംബന്ധിച്ച് ഇതിൽ പല ആരോപണങ്ങളും ആദ്യ 6 മാസത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷ അറ്റുപോയാൽ, ജനങ്ങൾ നിരാശരായി പോയാൽ അതിനവരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഒരു നേതാവെന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ, ജില്ലാ നേതൃതലത്തിലെ ഏറ്റവും ഉന്നതമായ പദവികൾ വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് പാലായിലെ ആളുകളോട് എനിക്ക് അതിനകത്തൊരു പ്രത്യേകിച്ചൊരു ക്ഷമാപണം എനിക്ക് നടത്താനുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇപ്പോൾ പറഞ്ഞു. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ഗൗരവപരമായ രീതിയിലേക്ക് പോകാത്തൊരു വിഷയം പർവ്വതീകരിക്കപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളായിട്ട് മാറി. പിന്നീട് അത് കുറച്ചുകൂടെ വഷളായി. എന്താണെങ്കിലും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റത്തിന് അനുസരിച്ച്, ആഗ്രഹിച്ച അവരുടെ ആ മാറ്റം വരണമെന്ന ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായത്. ആ ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ ഇടപെടലുകൾ പാർട്ടിയുടെ നേതൃത്വം. പിന്നെ അതിനകത്തൊന്നും പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വം എന്നൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ഈ പ്രാദേശിക നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വമൊക്കെ എപ്പോഴും തീരുമാനം എടുക്കുന്നതും പറഞ്ഞിരിക്കുന്നതും. അല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, കാരണം പാലായിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവില്ലാതെ സംസ്ഥാന നേതൃത്വം വന്ന് അവിടെ എന്തെങ്കിലും ചെയ്തെന്നൊക്കെയുള്ള വെർഷനൊന്നും ഒരു ആരും അത് പറയേണ്ട കാര്യം. അതുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകണം. കാരണം പല വാർത്തകളും വരുമ്പോൾ പാലായിലെ പ്രാദേശിക നേതൃത്വത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല, ഇത് KPCCയിൽ നിന്ന് തീരുമാനിക്കും, പാലായിലെ നേതൃത്വം ഇത് അംഗീകരിച്ചു കൊള്ളണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പാലായിലെ പ്രാദേശിക നേതൃത്വം എന്ന് പറയുന്നതും പാലായിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറയുന്നതും ഒക്കെ ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് തന്നെയാണ് അവസാനവും ഈ തീരുമാനമൊക്കെ എത്തുമ്പോഴും നേതൃത്വം എടുത്തത്. പക്ഷേ അവിടെയും അവസാനം ജനം ആഗ്രഹിച്ച ഒരു തീരുമാനത്തിനനുസരിച്ച് തന്നെ നിൽക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു, പാർട്ടി ആഗ്രഹിച്ചു, UDF ആഗ്രഹിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു ഭരണമുണ്ടായി. ആ ഭരണം ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായതിനകത്ത് ഒരു ഖേദം പ്രകടിപ്പിക്കാൻ കൂടി തന്നെ, ഇപ്പം പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരു നേതൃത്വം എന്ന നിലയിൽ കുറഞ്ഞു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ പാർട്ടിയുടെ നേതൃത്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ജനം ആഗ്രഹിച്ചത് വന്നു. അതിൻ്റെ ഒരു വലിയ തിരക്കുകൾക്കിടയിൽ നിന്നപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ജില്ലാ നേതൃത്വത്തിന് പോലും പരിപൂർണമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാത്തതിൻ്റെ പുറത്ത് ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ, ജനം ആഗ്രഹിച്ച മാറ്റം ആഗ്രഹിച്ച അതിനനുസരിച്ച് നിന്നൊരു ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അതേ വികാരത്തോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അതേ വികാരത്തോടുകൂടി UDFലെ കക്ഷികളും നിലനിൽക്കും, ആ UDFനോട് ചേർന്ന് നിൽക്കുന്ന മുന്നണിയും നിൽക്കും. അതിനകത്ത് പാലായിലെ സംബന്ധിച്ച സ്വതന്ത്ര മുന്നണിയും അതുപോലെ തന്നെ കേരള ജോസഫ് വിഭാഗവും KDP പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരൊക്കെ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റും ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതിനുള്ള ഒരു നടപടികൾ ഏറ്റവും ചുരുങ്ങിയ ദിവസം ഇന്ന് നാളെയായിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇത് ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചട്ടുകങ്ങളായി ആരെങ്കിലുമൊക്കെ നിന്നു കൊടുക്കാൻ അച്ചാരം വാങ്ങി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുത്ത് ആരെങ്കിലുമൊക്കെ പോയില്ലെങ്കിൽ
ഇത് പരിഹരിച്ചു കൊണ്ടുപോകാൻ തക്ക പ്രാപ്തിയും കഴിവും ഒക്കെയുള്ള പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ തീരുമാനം ജനത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഉണ്ടാകും. ഞാനത് എടുത്ത് വീണ്ടും പറയുന്നു. ആ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് എത്ര ആക്ഷേപം കോൺഗ്രസിനെ പറഞ്ഞില്ല, അതിനകത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഒരു മിനിറ്റോടെ പറയുകയാണ്. പാലായിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം ഒരു മുന്നണിയെ പുറത്ത് വിട്ടിട്ട് അതിൻ്റെ ആസ്വദിച്ചവരാണ് കോൺഗ്രസ് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ. ഒരിക്കലുമല്ല. ആ പാർട്ടിയെ 50 വർഷം 53 വർഷക്കാലം കോൺഗ്രസ് ഘടകകക്ഷിയായി കൊണ്ടുപോയെങ്കിൽ ഇപ്പം കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ അവിടെ നിൽക്കുക. ഈ മുനിസിപ്പാലിറ്റിയിലടക്കം, ഈ അസംബ്ലിയിലടക്കം, ഈ പാർലമെന്റ് സീറ്റിലടക്കം കോൺഗ്രസ് അന്ന് എങ്ങനെ നിന്നോ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഒന്നും വെട്ടിപ്പിടിച്ച് കോൺഗ്രസ് പാലായിൽ എടുത്തിട്ടില്ല. അതെനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് എന്നും ഒരു നേതൃത്വം പറയുന്ന ഒരു ശൈലിയിൽ അവർക്ക് ഒരു ഘടകകക്ഷിയായിട്ട് നിന്ന പാർട്ടികളെ അന്ന് നമ്മൾ കരുതി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ആരെങ്കിലും മുന്നണി വിട്ടു പോയപ്പോൾ എന്നാൽ കോൺഗ്രസ് അവിടെ പിടിച്ചെടുത്തിട്ട് അവിടെ മത്സരിച്ച് ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് പാർലമെന്റിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അവിടെ ഒരു പാർട്ടി നിന്നത്. പക്ഷേ അസംബ്ലിയിലാണല്ലോ അത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ കോൺഗ്രസ് എടുത്തത് അങ്ങനെ വിട്ടുവീഴ്ചയുടെ സമീപനമാണെങ്കിൽ ഇനിയും അത് തന്നെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനകത്ത് ഭരണകക്ഷിയിലെ ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കേട്ട് പരിഹരിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഒരു നേതൃത്വത്തിന് കഴിയും. അത് കേൾക്കാനുള്ള സമയമെടുക്കുന്നതിന് മുമ്പ് ഈ വിഷയം കുറെ കൂടി എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ സംഭവിച്ച കാര്യം. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വരുന്നൊരു കോലാഹലമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ചുരുങ്ങിയ 1-2 ദിവസത്തിനകം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കോൺഗ്രസിനും UDF-നും നേതൃത്വത്തിനും കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ സമയോചിതമായ തിരുത്തൽ വരുത്തിക്കൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ച് ഈ ഭരണസമിതി മുൻപോട്ട് പോകുമെന്ന ആത്മവിശ്വാസമാണ് അങ്ങ് പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുവാൻ ഉതകുന്ന ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഏറ്റവും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.